ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു പെരുന്നാൾ മധുരമാണ്. കഴിച്ചാലും മതി വരാത്ത നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു പെരുന്നാൾ മധുരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പെരുന്നാൾ മധുരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു പാത്രം ചൂടാക്കിയെടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് 8 ടേബിൾ സ്പൂൺ അളവിലുള്ള സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സേമിയ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ ഈ ഗീയിലിട്ടൊരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിവിടെ 8 പേർക്ക് സെർവ് ചെയ്യാനുള്ള പായസത്തിൻ്റെ അളവിലാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ പറയുന്നത്. നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അഥവാ കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഗീയിലിട്ട് ഈ സേമിയ ഒരു 3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേമിയ മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് പാത്രം ചൂടാക്കാം. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിലുള്ള പാലിലൂടെ 1/2 ലിറ്റർ അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതി പാലിലേക്ക് പകുതി വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ സേമിയ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു കയ്യിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പാത്രം പകുതി മാത്രം അടച്ചു വെച്ചാൽ മതി. ഇനി നമ്മുടെ സേമിയ ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ സേമിയയും പാലും കൂടി ഒന്ന് തിളച്ചാൽ മാത്രം മതി. സേമിയ ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. 2 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കസ്റ്റാർഡ് പൗഡറിലൂടെ ഒരു 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീയിൽ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി നേരത്തെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല, വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഈ ഒരു പെരുന്നാൾ മധുരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.